ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫൈനലി നമ്മൾ 21 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. സോ നമ്മുടെ ദുബായ് വ്ളോഗ്സിന് നല്ല അഭിപ്രായമാണ് കിട്ടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓരോ ആക്ടിവിറ്റീസും ഓരോ സംഭവങ്ങളും എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. സോ നമ്മുടെ സൂവിൻ്റെ വ്ളോഗാണ് ഏറ്റവും സൂപ്പർ വ്ളോഗ് വരാനുള്ളത്. അതായത് സെയിം പാർക്കിൽ നമ്മൾ പോയിരുന്നു. അത് നിങ്ങൾ കാണുന്ന ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതായത് അവിടേക്ക് എല്ലാവർക്കും എൻട്രി ഇല്ല. അവിടെ ഇവർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഗൾഫിനെ പോലുള്ള ആൾക്കാർ മാത്രമേ അവിടേക്ക് എൻട്രി ചെയ്യിപ്പിക്കുള്ളൂ. അപ്പോൾ അതിലാണ് നമുക്ക് കയറാൻ പറ്റിയത്. അവിടെ കയറിയാൽ ഇദ്ദേഹം പറഞ്ഞ പോലെ മെസ്സി, വിനീഷ്യസ്, ലെമിൻ യമാൽ, ഇതേപോലെ ഹൈടെക് ആൾക്കാർ മാത്രമായിട്ടുള്ള പോയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെ സംഭവങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ വ്ളോഗ് മസ്റ്റായിട്ട് കണ്ടുകൊണ്ടു. ഇന്നിപ്പോൾ ഉള്ള പ്ലാൻ എന്താ വെച്ചാൽ ഇത് കൽഫിൻ്റെ വീട്ടിലത്തെ ബെൻലിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ വർഷമായിട്ട് നിർത്തിയിട്ടൊക്കെയാണല്ലോ ഈ കാറ്. എത്രയോ കാലമായിട്ട് ഈ വണ്ടി നിർത്തിയിട്ടിട്ട് കൽഫ് പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിനും സംഭവങ്ങളൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വേണമെങ്കിൽ എടുക്കാറുണ്ട്. ഡിഫൻഡർ എടുത്തിട്ടില്ല, മൂപ്പരെ ഓട്ടോബയോഗ്രഫി എടുത്തിട്ടില്ല. 2 വണ്ടിയാണ് ബോസ് മെയിനായിട്ട് കൊണ്ടുനടക്കട്ടോ. ഒരു പോർഷ ഉണ്ട്, പിന്നെ ഓട്ടോബയോഗ്രഫി ഉണ്ട്, പിന്നെ ഇതും ഉണ്ട്, പിന്നെ കുറേ അന്ന് കണ്ട പോലത്തെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതാണ് എടുത്തുക്കണത്. എൻജിൻ ചൂടാക്കാൻ വേണ്ടി ബെൻലി ഒന്ന് ഇറക്കി. 202 നമ്പറിലെ ദുബായ് വണ്ടിയാണ് നമ്മളെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ വീട് കേട്ടോ. ദിസ് ഈസ് അവർ ഹോം. നമ്മൾ നേരത്തെ പോകണില്ലല്ലോ, നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടല്ലോ പോണേ. അപ്പോൾ 2 ആൾ നമ്മളെ സുഹൃത്തുക്കൾ നേരത്തെ പുറപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്, നമ്മളെ കൂടെ ഉണ്ട്. ബഹുമാനപ്പെട്ട സ്റ്റീൽ സാറ്, ഈച്ചു, നിഹാൽ എന്നുള്ളവർ നേരത്തെ പോകും. എനിക്കൊരു വർക്കുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകും. അവിടെ ലൈറ്റ് ഉണ്ടാവില്ലല്ലോ? ലൈറ്റ് ഇടാൻ പറ്റുമോ? സോ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വ്ളോഗിൻ്റെ എൻഡിൽ നമ്മളെ സ്വിമ്മിംഗ് പൂൾ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് വണ്ടിയിൽ നമ്മളൊന്ന് പോകണത്. ഒരു LC ഉണ്ട്, ഒരു ബെൻലി ഉണ്ട്. ഇതിൽ സുഹൃത്തുക്കളെ കണ്ടോളി. ഇതിൻ്റെ 5 ഉറുപ്പിൻ്റെ കളിപ്പോക്ക് ഉണ്ട്. അന്ന ഫാൻസിയിൽ കിട്ടണേ. കയറിക്കോ. ഞാൻ LCയിൽ വരാം. ചോദിച്ചോട്ടെ. I should get in this? Gulf? This? Okay. അപ്പോൾ ബൈ. LC പോയി. ജിം ആഫി കയറി. ബെൻലി എക്സ്പീരിയൻസ് ബെൻലി കയറിക്കോളൂ. ടാറ്റ ബിർള അംബനിയെ അല്ല പടച്ചു, ഈ പാവപ്പെട്ട അന്തി ചെറുക്കനി മല്ല പടച്ചു. ആദ്യമായിട്ടാണോ ബെൻലിയിൽ? Yes. What happened? I am in the back car, okay? No. It's okay. He's traveling tomorrow. Okay. അപ്പോൾ പ്രയോറിറ്റി കിട്ടിയിരിക്കുന്നു. നാളെ പോകുന്നതുകൊണ്ട് നിയാലിനോട് ബെൻലിയിൽ കയറാൻ പറഞ്ഞു. പ്രൊമോഷൻ കിട്ടി. Okay. When we are coming back, we can put Shanu and Ichu in this. No? Done. They also experience. Let them also experience. Let them drive also. സോ ഇപ്പോൾ കൽഫുവിനെ ഞാൻ ആർക്കും കഴിഞ്ഞ വ്ളോഗിൽ ചോദിച്ച പോലെ ആരാണ് കൽഫു, എന്താണ് കൽഫു എന്നുള്ളത് പരിചയപ്പെടുത്തി തരേണ്ട. നോ എവറിബഡി നോ ഹൂസ് കൽഫു. Everybody was so kind. Everybody was so kind. I have seen some comments which are very heartwarming. What? Thank you so much. Nice comments. നൈസ് കമൻസ്. സോ ബോസ് കമൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആൾക്കാരൊക്കെ നല്ല കമൻസ് ആണ് ഇട്ടതെന്നാണ് ബോസ് പറഞ്ഞത്. അപ്പം ഇതാണ് നമ്മളെ ബെൻലിൻ്റെ സെറ്റപ്പുകൾ. അവിടെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടാവും വിശദീകരിച്ചു കൊടുത്താൽ നീയല്ലേ കാണില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് സ്റ്റാർട്ടിങ് സ്റ്റേജ് കേട്ടോ. ഇത് ഫസ്റ്റ് ഒരു ബട്ടൺ ഞെക്കിയാൽ നേരെ വരുന്നത് ഒരു പ്ലേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിലൊന്നും ഇല്ലായിരിക്കും. അപ്പോഴാണ് അടുത്ത പ്ലേറ്റ് വരുന്നത്. അതും കൂടി ഞെക്കിയാൽ കണ്ട ഏതൊരു സൈഡിൽ നിന്നും ഏത് ഗേൾസിനും ഏത് ചെക്കന്മാർക്കും മേക്കപ്പ് ഇടാം. മേക്കപ്പ് അല്ല, സെറ്റപ്പ് ഒക്കെ ചെയ്യാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പരിപാടികളാണെന്നാണ് പറഞ്ഞു വരുന്നത്. അയ്യോ മൈക്ക് എങ്ങനെയാണോ? അപ്പോൾ അഫീഫ് എന്താണ് ബാക്കി പറയുന്നത്? കണ്ടിന്യൂ ചെയ്യാം. സെയിം സാധനം ഇവിടെ ഉണ്ട്. സെയിം സാധനം അവിടെ ഉണ്ട്. ഈ പ്ലേറ്റ് അമർത്തു. ഓ, അപ്പൊ നമ്മുടെ വണ്ടി ഒരു പ്രശ്നമില്ല. പിന്നെ അതേപോലെ ഇവിടെ മോനെ ക്രേസി കാർ. പണ്ടൊരു മാജിക് ഉണ്ടായിരുന്നു. ബെൻലിയാണ് ബോസിന് അപ്പം മാജിക് കാണിച്ചു തരാം. അവിടെ നിന്നിട്ട് ക്യാമറ എന്താ ഇപ്പൊ ഈ കയ്യില് അല്ല ഇപ്പൊ ഈ വിരല്, ഒരു വിരലല്ലോ 5 വിരലില്ലേ, ഇപ്പൊ ഈ വിരലിങ്ങനെ എടുത്തിട്ട് ഞാൻ ഊരിപ്പോരും. ഇത് പണ്ട് മുതുകാട് ഞങ്ങളെ സ്കൂളിൽ വന്നപ്പോ കാട്ടീനി, രാമകുത്ത് സ്കൂളില്. അതല്ലേ കണ്ടോ ഇത് 4-ാം ക്ലാസ്സിൽ ഇതൊക്കെ കളിച്ചു കഴിഞ്ഞ കഥ. അതന്നെ മുതുകാട് നമ്മളെ സ്കൂളിൽ വന്നപ്പോ കാട്ടീനി.
അത് മാജിക്. അപ്പോൾ കൽഫ് പറഞ്ഞെന്ന് വെച്ചാൽ റോൾസ് റോയ്സിനെക്കാട്ടിലും കൂടുതൽ കംഫർട്ടബിൾ ഓടിക്കുമ്പോൾ കിട്ടണ വണ്ടി ഇതാണെന്നാണ്. ബട്ട് സ്റ്റിൽ വി ആർ ലോ ബട്ട് ബെറ്റർ ദാൻ റോൾസ് റോയ്സ്, ലിറ്റിൽ ബിറ്റ് ഹൈ. It's more smooth, I think. Okay. Yes, I feel like. But which car you like more? Defender. Defender. Anytime. What about autobiography we have? Defender. Defender. Anytime. Porsche or Defender? Defender. ഡിഫൻഡറിന്റെ ആളാണ് കേട്ടോ. സോ ഡിഫൻഡർ. സോ ഇന്ന് നമ്മൾ ബോസിനെ കൂട്ടി ഇന്ന് അഫിൻ്റെയും നിഹാലിൻ്റെയും ഈച്ചുവിൻ്റെ ഒക്കെ ലാസ്റ്റ് ഡേ ആണ്. നാളെ ട്രാവൽ ചെയ്യും. ഇവിടുത്തെ ഇനിയും ഇൻഷാല്ല പരിപാടി വരുമ്പോൾ നമ്മൾ ഇനിയും വരും. അപ്പോൾ ഓലും കൂട്ടി ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതൊക്കെയാണ് പ്ലാന്. അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നുള്ളത് അവിടെ പോയിട്ട് ഇനി കാണാം. അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ അഫീഫിനൊരു പട്ടിക്കുട്ടിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്റെ മോനെ, ഏതാ സ്ഥലവും? ഇതാണ് കോർഗി. This is corgi, no? This is big and this is small. ഇതാണ് കോർഗിട്ടാ. ഈച്ചോ നോക്ക്. എടാ ഫുൾ പവർ, ഒന്നും നോക്കണ്ട. പെരയിൽ ഇതൊന്നു മതി ഓണായിക്കാൻ. അവിടെ കിടക്കും, ഓരോ സൈഡിൽ നിന്ന് പോവാ. അഫേ ഇതെന്താ അഫേ? ഫ്രഞ്ച് അതല്ലേ? വാല് കട്ട് ചെയ്താണ്. എന്തോ ബൽക്ക് സ്നിഫ് ചെയ്യാൻ മാത്രമുള്ള ഒരു ഹോൾട്ട് എടുത്തിട്ടുണ്ടോ? ഇത് ഓപ്പണാണ്. ഇത് ഓപ്പണാ, കുഴപ്പമില്ലല്ലേ? ഇത് മറ്റേതല്ലേ ഫേ? അതൊന്നുമല്ല, നമ്മുടെ നാട്ടിലേ അല്ല, നമ്മുടെ നാട്ടിൽ ആവില്ല ചിപ്സേ ഉള്ളൂ. ഗോൾഡൻ എടാ ഭയങ്കര അടച്ചിട്ടില്ല. അതിപ്പോ ആ സെക്ഷനിക്ക് പോരാ. ഇത് സ്നേഹം ടീമാട്ടോ, വൻ സ്നേഹം. പട്ടിനെ പേടിയാ? ഓ സിംഹപ്പട്ടി. എടാ എപ്പോഴെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടാവുള്ളേ. മുത്തേ മുത്തേ മുത്തുമണി മുച്ചുമണി കുത്തനെ. ഇതൊക്കെ ചോദിച്ചാ ഏതാ ഈറ്റാണെന്ന് തുറക്കാനേ പറ്റുണ്ടാവില്ല കേട്ടോ. എന്നാലോ ഇല്ലല്ല, എന്നാ ഈ വരലിട്. ഇതെന്താ? എടാ ഇത് മറ്റേതാണ്, ഇത് സ്പെഷ്യലാണ്. ഈച്ചോ ഈച്ചോ ഇത് സ്പെഷ്യലാണ്. എന്താണ് ഇതിന്റെ പേര്? ചോക്ലേറ്റ് ലാബ്രഡോർ അല്ലേ അഫി? ദിസ് ഈസ് ചോക്ലേറ്റ് ലാബ്രഡോർ. ഓ ചോക്ലേറ്റ് ലാബ്രഡോറിനുണ്ടോ ഇതോ? ഇതാണ് ലയൺ കിങ്. ഇത് കുറച്ച് സീരിയസ് മെമ്പർ കേട്ടോ. ആള് പാവണ്ടോ? ഒന്ന് പുറത്തേക്ക് വരി, രണ്ട് നക്കലെ നക്കട്ടെ. ഇത് വെറും ബ്രൂസ്.
ഒരു 4 പേടിച്ചിരിക്കണ നോക്കി. എൻ്റെ കൊച്ചുമുതലാളി നിങ്ങൾ എന്നെ കാണാൻ ഇപ്പോഴെങ്കിലും വന്നോ? ഇതൊക്കെ വളർന്ന അതേപോലെ വാതിൽമ തല്ലാല ടീമിനാണ് ഈ ഉണ്ടാക്കണത്. അതിൻ്റെ കുട്ടികളാട്ടോ ഇതൊക്കെ നിമിഷ മുതലാളി മുതലാളി എൻ്റെ കൊച്ചുമുതലാളി ഇങ്ങോട്ട് വായോ മുതലാളി. ഓ അതിൻ്റെ അതേ ഒച്ചട്ടോ. ഇത് കറക്റ്റ് ഒരു പാവക്കുട്ടിൻ്റെ സൈസുള്ളൂ. സെറ്റിലെ ഭയങ്കര ക്യൂട്ട്. ഇവിടെ പണിക്കറിയാൻ തീനി എന്നാ ഒന്നും കാണാതെ. ഔ ഇത് മുതലാളി ഇതാണ് ഒറിജിനൽ സാധനം കേട്ടോ. ചിഹ്വാ അല്ലേ? കൽഫു കൽഫു ദിസ് ഇസ് ചിഹ്വാ റൈറ്റ്? ഹെവി വൺ ഹെയറി വൺ ആ ഇതാണ് ചിഹ്വാ കേട്ടോ. ഇത് സീൻ മെമ്പറാ. ഇതിനെ പെരക്ക് വാങ്ങാനുള്ള എല്ലാ പ്ലാനും എനിക്കുണ്ട് കേട്ടോ. കിട്ടോ ഇല്ലെന്നറിയില്ല. ഇത് സീൻ മെമ്പറാണ്. ഇതിനെ പെരെ കൊണ്ട സീനാണ് എടുത്തറിയാ. ഫ്രഞ്ച് ബുൾഡോഗ്. നീ ആരെ എവിടെ കളി ഡാൻസ്? ഇതാണ് ഒറിജിനൽ സാധനം. ഈ സാധനം ഇതിനൊന്ന് പെരക്കും അങ്ങനെ എല്ലാ പ്ലാനും എനിക്കുണ്ട്. എൻ്റെ മുഖം നോക്ക് വൻ കോമഡി മെമ്പറാണത്. മുഖം നോക്ക് വൻ കോമഡി ആട്ടോ ആള്. ഇതാണ് തെരേസ മാഡം. ഹായ് എടാ അങ്ങോട്ട് പോയി. ഹായ് ഇവിടെ വരൂ. ഇത് രാജാവ് എനിക്കോണേ. ഇത് ഹസ്കിനെ പോലത്തെ എന്തോ സാധനം കേട്ടോ. ആടാ ചെല്ലുമ്പോത്തിന് വരുന്നുണ്ട്. ഓ അഫേ ഫ്രഞ്ച് ബുൾഡോഗ് വലിയ കുഴപ്പമില്ല അല്ലേ? പക്ഷെ ഇതെന്താ സ്വഭാവം അഫിയെ അവസ്ഥ? അത് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവേ. ഓലെ പാരമ്പര്യത്തിൽ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇങ്ങനത്തെ ഹെയർ ടൈപ്പ് ജിംഷ എടാ ഇതൊക്കെ ഈറ്റാളെ ഈറ്റാളൊക്കെ ഈറ്റാള അതന്നെ കൈവറ്റാതെ. ഈറ്റാളെ വാങ്ങിയാലേ ഈറ്റാളെ കിറിവിച്ച് കൊല്ലടാ. അതാണ് കോർഗിട്ടോ. ഇതൊക്കെ വില പിടിപ്പുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നാടൻപട്ടി വളർത്തുള്ളത് അതും ഇതൊക്കെ. അതേപോലെ എനിക്ക് നല്ല സ്വഭാവം നല്ല ഇഷ്ടമായി. എനിക്ക് വാങ്ങാൻ ഇതിനെ ഇഷ്ടപ്പെട്ട്. പിന്നെ ഇതെന്താ മോനെ ഇത് കറക്റ്റ് പാവക്കുട്ടിയില്ലേ? ഇത് ചെറിയ കുട്ടികളെ പെര വന്നാലേ നമ്മള് ബ്ലാക്ക് ഔട്ട് പോയാൽ മതി. നമ്മള് ബ്ലാക്ക് ഔട്ട് പോയപ്പോ എങ്ങനെ ഉണ്ട്? ഇല്ല ക്ലീൻ ആക്കി കൊടുക്ക. ക്ലീൻ ആക്കി കൊടുക്കാട്ടോ. ഓസിന് വന്നാ ഓർഡർ ചെയ്തിട്ടോ. അങ്ങനെതാക്കല്ലേ ട്രിഗർ ആക്കല്ലേ. വൃത്തിയാക്ക. ആശ നിന്ന് കൊടുക്കാൻ കുറച്ച് ടൈറ്റാട്ടോ. പക്ഷെ കളറൊക്കെ എൻ്റെ എടാ അത് നല്ല രസമുണ്ട് കാണാന്. We cannot see this one, no? This one? Yeah, maybe. He's saying that. But will you go outside? Will you just show us like this? Yeah. Okay. അപ്പോൾ എനിക്ക് ഈ ചോക്ലേറ്റ് ലാബ്രഡോറിനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടാ. ഇത് അങ്ങനെ കിട്ടുന്നൊരു സാധനമല്ല. അപ്പോൾ this one. You also come. You also come. ഓ ജിംഷ നോക്ക്.
Oh, so nice. So nice, so cute, no? It's rare, chocolate. Yeah, chocolate color. Chocolate color is rare, no? Oh, It's a girl. girl. Oh, okay, okay. So nice. Thank you so much. Thank you so much. I appreciate it. പാവം ചങ്ങായിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ തുറന്നു തന്നെ ഇത് പെരയത്തെ പട്ടിൻ്റെ പോലെ കേട്ടോ ചെമ്പും കൊണ്ടാണ് നടക്കണം അതായത് എപ്പോഴും പാത്രം കൊണ്ട് നടക്കുക അത് നമ്മളെ പെരയത്തെ പട്ടി ഇതേ മതിയാ പാത്രമായിട്ടാണ് നടക്കുള്ളൂ തിന്നാന്തേരി അതന്നെ ഇത് മറ്റേ ടീമാണ് തിന്നാന്തേരി പറഞ്ഞാണ്ട് ഇങ്ങനെ നടക്കും കണ്ടല്ലോ മാഷാ അല്ലാ എന്താല്ലേ ഇതിൻ്റെ പ്രൈസോ ഹൗ മച്ച് ഫോർ ദിസ് വൺ വി ചാർജ് യൂഷ്വലി 6,000 something, right? 7,000. 7,000 പറയുമ്പോൾ ഒന്നിൻ്റെ മേലായി ഉണ്ടാവും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ എത്ര 1.5 പട്ടിക്ക് വില ഉണ്ട് പട്ടിക്ക് സാധാരണ വിലയില്ല പക്ഷെ ഇത് പെരയിലുണ്ട് സീനാണ് എനിക്ക് ഒരു സമാധാനം അല്ലേ പട്ടികളായി പോയി കുട്ടികളാണ് ഞാൻ വാരിപ്പ് നടക്കുന്നത് അതെന്താ അത് കുളിപ്പിക്കുക ഗ്രൂം ചെയ്യുക ഓ ഏതോ മദർ തെരേ ഫുള്ള് കാറ്റടിച്ചിട്ടേ ഫുള്ള് മുടിയട്ടെ വാ പോവാ ഇവിടെ ഉണ്ടോ സൈലിന്റെ ടീമാട്ടോ മൊത്തം അവിടെ. ആ ഓ ഇതേതാ ഡിപ്പാർട്ട്മെന്റ് ഇതാണ് മടിയൻ ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ എന്താ മനസ്സിലായി വേണമെങ്കിൽ കണ്ട് വാങ്ങിയിട്ട് പോടേ മാണെ വാങ്ങിപ്പോയിക്ക ചങ്ങായി പെരേ വന്ന് ഇങ്ങനെ കിടക്കുന്നു ഇതോ ഈ സാധനം ഇതല്ലേ ഷിറ്റ്സോ അതിനെടുത്തോ ഇതിലാരുമില്ല ഓ ഇത് രസമുണ്ട് ഓ ഇത് പുലിപ്പൂച്ചാണല്ലോ ഇതിലെടുത്തോ ഇത് മത്തി എടുത്താലെങ്കിൽ ചിരിച്ചിരും ഇങ്ങനെ മത്തി എടുത്താലേ പൂച്ചാളാണ് ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള ജന്തു മുതലാളി ആരാന്ന് അറിയില്ല എന്നാൽ ഡിമാൻഡിനൊരു കമ്മിയില്ല 10 കൊല്ലം പക്ഷെ അനുസരണമുള്ള പൂച്ചയാണെങ്കിൽ അത് അതിന്റെ അപ്പുറത്തൊന്നും മാറിയിട്ട് അത് കാഷ്ടിച്ചില്ല ചാനല് അവിടെ പോയി കാഷ്ടിച്ചില്ല എന്തായാലും കൂട്ടിൽ കാഷ്ടിച്ചില്ലേ ഇത് ഡീസന്റ് ടീമാണ് ഭയങ്കര ക്യൂട്ടില്ലേ എന്താണ് ഞൊയ് പൂച്ച സീൻ കണ്ണടാ നിങ്ങൾ ഈ കാഷ്ട കേസ് ഒന്ന് നിശബ്ദമാക്കൂ എന്റെ വ്ളോഗില് ഹൈ പൂച്ചകളിൽ എന്താണ് തോന്നുന്നത് അതിന് തീരെ ഹൈറ്റ് ഇല്ല കജിത്രേ ഉള്ളൂ നടക്കുമ്പോൾ കോമഡിയാണത് ആടാ ചെറിയ പൂച്ചല്ലോ ചെറുത് പൂച്ചകളുടെ ഡാഷുണ്ട് പൂച്ചകളുടെ രസമുണ്ട് തീരെ ഹൈറ്റ് ഇല്ല അതിന്റെ കാല് പൂച്ച ഉണ്ടോ എന്ത് മടിയാനാ ഇതൊന്നും പൂച്ചയുടെ സ്വഭാവം വൻ മടിയാനും വൻ ഡിമാൻഡാണ് പൂച്ചക്ക് എനിക്ക് ഇഷ്ടമല്ല പൂച്ച ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവട്ടെ ഞങ്ങളെ എതിർക്കല്ല എനിക്ക് പട്ടികളാണ് കൂടുതൽ ഇഷ്ടം കാരണം പട്ടികൾ എത്രത്തോളം മനുഷ്യനായിട്ട് കോപ്പറേറ്റീവാണ് സ്നേഹമുള്ളതാണെന്നുള്ള നമ്മളിങ്ങനെ കൈ വെച്ചപ്പോൾ മനസ്സിലാവും പൂച്ചകളുണ്ടല്ലേ കണ്ടോ എന്നാ പോയിക്കോ പട്ടികളെ ഞാൻ പോരത്തേ ഓ ഇത് ഫുള്ള് ക്യൂട്ട് നല്ല രസമുണ്ട് എടാ ഓ സീൻ കണ്ണ് ഇത് മൊയലാളി ഇതാണ് ഒറിജിനൽ മൊയലാളി ഡോബർമാനല്ലേ ഇരുത്തം തന്നെ നോക്ക് ഒരു പ്രൗഢി ഉണ്ട് കേട്ടോ പ്രമാണിമാരാണ് ഇരുത്തത്തിലേ ആ പ്രമാണിത്തുണ്ട് എന്നാലും തീറ്റ എന്തെങ്കിലും കിട്ടുമോ നോക്കി ഇങ്ങനെ നടക്കാം സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ദിവസം തന്നെയായി ഐ ലൈക്ക് ടുഡേയ്സ് എന്റർടൈൻമെന്റ് ഓ ഇതൊക്കെ പോവാ കളിച്ച് പറഞ്ഞോ എനിക്ക് കോർഗിനേക്കാളും പറ്റിയ പട്ടികളുണ്ട് ബാ എനിക്കത് ഇഷ്ടപ്പെട്ട് സോ നൈസ് ഞാൻ പട്ടികളാണല്ലോ കേട്ടോ ഇൻഷാല്ല നമ്മൾ വാങ്ങും നമ്മളിപ്പോൾ എടുത്ത് വാങ്ങും ഒരാളെ നമ്മളെ വീട്ടിൽ വരാനുണ്ട് ഇൻഷാല്ല വിൽ ബൈ സൂൺ അത് വാങ്ങിയിട്ട് പിന്നെ ആൾക്കാർ ഓടി ചേറി കയറേണ്ട വരേക്കും ആ അങ്ങനത്തെ ഒരാളെയാണ് വാങ്ങാൻ പോണത്
അതായത് കൂട്ടിലേ ഇടാൻ പറ്റാത്ത ജാതിനെയാണ് നമ്മൾ നോക്കാൻ പോണത്. കിട്ടിയാൽ ഇൻഷാല്ലാ ഓറ 10,000 ഓറ വില കൊടുത്ത് വാങ്ങി. ആ കണ്ടോളി. അറേബ്യൻ ഓറ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ആക്കിയാൽ മതി. ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് കയറാം. അത്ര കിട്ടുണ്ടാവുള്ളൂ. ബാ, അറേബ്യൻ ഓറ വില കൊടുത്ത് വാങ്ങി. ബട്ട് ഓജി ഓറ മാറിക്ക് ചെങ്ങായി, ഫ്രെയിമെന്ന് മാറിക്ക്. ഓറല്ല, അത് ഓറ. ലാൻഡ് ക്രൂസർ. ദിസ് ഈസ് പ്രീമിയം ലക്ഷറി ഓറ. വരി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം. സോ ഗൈസ്, നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. അഫിക്കുന്ന സ്പെഷ്യലായിട്ട് നമ്മൾ സീ ഫുഡ് പ്ലാറ്റർ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിലങ്ങനെ കിട്ടാൻ കുറച്ച് പണിയാണ്. അല്ല, അപ്പോൾ സീ ഫുഡ് പ്ലാറ്റർ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഹായ് അഫി, എക്സൈറ്റഡ്? നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. റിവ്യൂ ഫുഡ് കഴിച്ചില്ല. മുട്ട മതിയോ? എവിടെ? സീ ഫുഡാണ്. വാട്ട് ഇസ് ദിസ്? എല്ലാവരും ഉണ്ടല്ലോ. ഞണ്ട്, കക്ക, കടുക്ക, കല്ലുമക്കായ, നണ്ട്. ഇവിടെ നണ്ടുണ്ട്, ഇത് കമ്പുണ്ട്, ഇവിടെ കക്കുണ്ട്, ഇവിടെ കല്ലുമക്കായ ഉണ്ട്, അനീഫുണ്ട്. ഇവിടെ വരുമ്പോൾ ചെമ്മീനുണ്ട്. ഇനി ബാക്കി എന്തൊക്കെ ഉണ്ട് നമ്മൾ തുറന്നു നോക്കണം. ഉള്ളിൽ കാണൂല. എന്താ ചെമ്മീന് റോസ്റ്റ് ആവുന്നുണ്ട്. അപ്പുറത്തും വന്നിട്ടാ. ചെമ്മീൻ, ഇതിൻ്റെ സ്മെല്ലും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെമ്മീൻ, കോണ്, പൊറോട്ട, സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഈ ഓർഡർ ഉണ്ടോ? അപ്പം ലാസ്റ്റ് ടൈം യു ഹാഡ് അപ്പം നോ? പനീർ കൊഞ്ചോ, ബട്ടർ ഗാർലിക് കൊഞ്ചോ. ചൂടുണ്ടാവേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ആർക്കും വരാൻ പറ്റാത്ത, ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ മുമ്പ് സച്ചിനും കോഹ്ലിയും ഗൗതം ഗംഭീറും ശുഭ്മൻ ഗില്ലൊക്കെ കളിച്ചിട്ടുള്ളൂ. സോ ഇന്ത്യൻ ഇൻ്റർനാഷണലുകളായ മൊത്തം പ്ലേയേഴ്സും സുരേഷ് റെയ്നയും ദിനേശ് കാർത്തിക്കും എല്ലാവരും IPL കളിച്ച് സച്ചിൻ തെണ്ടുൽക്കറും വെസ്റ്റ് ഇൻഡീസിൻ്റെ വൻ പ്ലേയേഴ്സും പണ്ട് മുതൽ സാക്ഷാൽ ക്രിസ് ഗെയിലും പൊള്ളാടും എല്ലാവരും ഇറങ്ങിയ ഗ്രൗണ്ടിലാണ് നമ്മളൊന്ന് ഇറങ്ങാൻ പോണത്. സോ ദിസ് ഈസ് നോട്ട് എവ്രി വൺ ക്യാൻ ഡു, ഓൺലി ബിക്കോസ് ഖലഫ് വി ആർ ഡൂയിങ്. വി ഹാവ് ഖലഫ്, ദാറ്റ്സ് വൈ വി ആർ ഹിയർ. അപ്പോൾ മൂപ്പര് ആണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഓണർ. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഓണറെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. ഇത്രയും ദിവസം 10 ദിവസം നമ്മൾ മൂപ്പര് കൂടെയാണ്. അഫി, ആർ യു എക്സൈറ്റഡ് മൈ ഫ്രണ്ട്? I'm excited. You excited too much? Yes, because corona കാലത്ത് ഇവിടെ IPL കളിച്ച സ്ഥലമാണ്. You plays where Kohli plays. Yes, I'm playing in the same pitch. You liked it? I'm loving it. Okay. പോയോക്കാ. Yeah, അപ്പോൾ ജെയ്സി കിട്ടിയാ? Spark ചെയ്തോ? എന്താ ഇലക്ട്രോണിക്സോ? കാർ ഇങ്ങനെ വർക്ക് ചെയ്ത് ഗൾഫ് 4 പാർക്കിങ്ങിൽ ഇങ്ങനെ നിർത്തി. 2 പാർക്കിംഗ് CEO-ക്ക് ഇല്ല. അതെ, റിസർവ്ഡ് പാർക്കിംഗ് ഫോർ CEO. പിന്നെ നോക്കി, ഓൾ തന്നെ അല്ലേ, എങ്ങനെ നിർത്തിക്കൂടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് മാച്ചുകൾ കളിച്ച ദ ലെജൻഡറി ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം, ദ ഹോം ഓഫ് ക്രിക്കറ്റ്.
Habibi Shanu, how you feeling? We are playing over the MS Dhoni place. How you feeling? Abadi? Good. Good. Yes. So ഇത് കൽഫുവിൻ്റെ മൂത്ത ആളാണ്. നമ്മൾ പോലെ തന്നെ കൽഫുവിന് 3 കുട്ടികളാണ്, 3 ആൺകുട്ടികൾ. യു ഗൈസ് ആർ 3 no? Yes. 3 boys. Yes, 3 boys. അബ്ബാദി, സവാഫി, ഹമൂദി. സോ കൂട്ടത്തിൽ മാഷാല്ലാ ഏറ്റവും ക്യൂട്ട് സ്മൈൽ ആയിട്ടുള്ള ആൾപ്പാണ് നമ്മളുള്ളത്. സോ ദിസ് അബ്ബാദി സ്മൈൽ പാവണ്ടാ. കൽഫു വളരെ നല്ല രീതിയിലാണ് ഓരെല്ലാവരെയും വളർത്തിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ മക്കൾ ഓരോട് കാണിക്കണ റെസ്പെക്റ്റും സ്നേഹവും. ഇപ്പാനോട് കാണിക്കുന്നതാണെങ്കിലും ഫാമിലിനോടാണെങ്കിലും ഇനി പുറത്തുനിന്ന് ഒരാൾ വന്ന ഓരോട് കാണിക്കണ ഒരു സ്നേഹത്തിൻ്റെ ലെവല്, അതിൻ്റെ ഒരു അളവ് എത്രത്തോളാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. ഹനീഫ, എന്ത് തോന്നുന്നു? നമ്മളുടെ അനൻഷ എന്ത് പറയേണ്ടത് പറയാം. എല്ലാം ഏതോ പ്ലേസിന്റെ ജയിച്ചിട്ടാണ് ഇറങ്ങിയേക്കല്ലേ? അനു, ഓ ഇന്ത്യയാണ്. സോ സാക്ഷാൽ ക്രിസ് ഗെയിലും ധോണിയും റെയ്നിയും കോഹ്ലിയും എല്ലാ ഇന്ത്യൻ പ്ലേയേഴ്സും കളിച്ചിട്ടുള്ള ഒറിജിനൽ ക്രിക്കറ്റ് പിച്ച്. അതായത് ഇതൊന്നും ലൈഫിൽ ഒരിക്കലും നടക്കില്ല കരുതിയ സാധനമുണ്ട്. കാരണം ഒരിക്കലും നടക്കില്ല. നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റേഡിയത്തിൽ ഇറങ്ങി കളിക്കാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും നിങ്ങൾക്ക് കൊച്ചി സ്റ്റേഡിയത്തിൽ ഇറങ്ങാൻ പറ്റും, വേറെ സ്റ്റേഡിയത്തിൽ ഇറങ്ങാൻ പറ്റും, പുറത്ത് ഇനിയിപ്പം നാട്ടിൽ പുറമുള്ളവർക്ക് നാട്ടിലിറങ്ങാൻ പറ്റും, നിങ്ങൾക്ക് ദുബായ് സ്റ്റേഡിയത്തിൽ ഇറങ്ങാൻ പറ്റും, ഷാർജ സ്റ്റേഡിയത്തിൽ ഇറങ്ങി കളിക്കാൻ പറ്റുമോ? പറ്റൂല. ഏത് വലിയ ആൾക്കാരാണെങ്കിലും മാക്സിമം സ്റ്റാൻഡിൽ ഇരിക്കാൻ പറ്റും, അവിടെ VIP ഗസ്റ്റിൽ ഇരിക്കാൻ പറ്റും, ഇറങ്ങി കളിക്കാൻ പറ്റില്ല. സോ അതിന് നമുക്കിന്ന് അവസരം കിട്ടിയത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കളിച്ചിരുന്നു, അത് നമ്മൾ വ്ളോഗ് എടുത്തിട്ടില്ല. സോ we feel so happy. I hope my subscribers are also happy. I love you guys. I'm living life, mashallah. So we have the CEO of Sharjah Cricket Stadium here. First match you perform, final match you perform. What happening? Excuse me? So Kalfu, We are ready now to split the teams. Ah. Shanu is going to split the teams, yeah? So Kalfu, I have already said few words about the stadium. Yes. Like only because of you we are playing here. Otherwise we cannot play. Because We of can. you. No, because of you. Because of you. No. Seriously. So few words about the stadium. Yes. Well, even me, I feel lucky to play here. Legends played here. Yes. And today we are having match. So today we have another legend playing here. Yes, yes, we have another legend playing here. Yes, everyone. So we inshallah will have a good match. And you're my team, so we have to win. Inshallah, Yeah, inshallah. we'll try to win. Inshallah. Your favorite experience, favorite moment from the Sachin stadium? Tendulkar, 1998. Oh, you watched him play Yes, live. exactly in that area. Oh, you were sitting there? Yes. Okay, so കൽഫുവിൻ്റെ ഫേവറേറ്റ് സ്റ്റേഡിയം എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ 1998 no? 1998. കൊക്കക്കോള കപ്പ്. ഓ, അഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ. നമ്മളന്ന് ജനിച്ചിട്ടില്ല. 98 സച്ചിൻ തെണ്ടുൽക്കർ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നത് ആ സ്റ്റാൻഡ്സിലിരുന്ന് ലൈവ് കാണാൻ ഭാഗ്യം കിട്ടിയാണ്. അതായത് സ്വന്തം സ്റ്റേഡിയത്തിൽ വന്നിട്ട് സച്ചിൻ തെണ്ടുൽക്കർ കളിക്കുന്നത്. അത് ആരാൻ്റെ ഗ്രൗണ്ടിൽ സച്ചിൻ തെണ്ടുൽക്കർ കളിക്കുന്ന ടിക്കറ്റ് എടുത്ത് കാണാൻ പോയിക്കല്ല, സ്വന്തം ഉണ്ടാക്കിയെടുത്ത സ്റ്റേഡിയത്തിൽ സച്ചിൻ തെണ്ടുൽക്കർ കളിക്കുന്നത്. അപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറിന് ട്രിബ്യൂട്ടായിട്ട് അവിടെ സച്ചിൻ തെണ്ടുൽക്കർ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. We have Sachin Tendulkar stand there. Sharjah Cricket Stadium. It all started here. Bukhatir stand. My favorite stand is Bukhatir stand. Khalaf Bukhatir stand. Sachin Tendulkar ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാൻഡ് ഇതാണ്. I'm loving this day. Mr. Moffice, how are you? You good? Good. All good. So നമുക്ക് പിച്ച് കാണാം കേട്ടോ. സോ പിച്ച് ചെക്ക് ചെയ്യുന്ന സമയമാണ്. വെൽക്കം ടു ടാറ്റ 2025. We have Royal Challengers Bangalore playing with Kolkata Knight Riders. നല്ല കളി. ഇപ്പോൾ സോ ഇത് നിഹാലിന്റെ ഉപ്പയാണ്. ഉപ്പ ഇവിടെയാണ്, ദുബായി ആണ്. സോ ഉപ്പാക്ക് കുഞ്ഞ് നമ്മളെ കൂടെ വരാൻ പറ്റി. ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ അന്ന് പരിചയപ്പെടുത്തി. മക്കളോട് കൂടിയിട്ട് നിങ്ങളോടും കൂടിയിട്ട് ഒരുമിച്ച് കളിക്കാന്ന് പറയുന്നത് വലിയൊരു ഹാപ്പിനെസ് ആണ്. ഇൻഷാല്ലാ ഒന്ന് നോക്കി നോക്കാം. അത് ഇവിടെ അതും അതന്നെ ആർക്കും കിട്ടാതെ ബാക്കിയാണ്. ഇനി ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ നമ്മൾ കളിൻ്റെ ഇടയിലാവും. അപ്പോൾ അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷ്വൽസൊക്കെ കാണിച്ചു തരാം.
സോ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്ന പോലെ അല്ല ഒരു ക്രിക്കറ്റ് പിച്ച്. കാരണം ഒന്നാം നല്ല ഫാസ്റ്റ് ആവും. ടെന്നീസ് കുറച്ച് സ്ലോ ആയിട്ട് വരുന്നത്, പക്ഷേ സ്റ്റിച്ച് എന്നാണ് ഒരു തൊലി അതിൻ്റെ ഒപ്പം വെച്ച് വിട്ടൊച്ച നല്ല ഒച്ച ഇങ്ങനെ കേൾക്കും. ഫോറൊക്കെ അടിച്ചപ്പോൾ ഒന്നിങ്ങനെ മൂടി ഇങ്ങനെ പോകും സ്റ്റാൻസിക്ക്. സീൻ സ്ഥലം മോനെ. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഇൻഫീൽഡും ഔട്ട്ഫീൽഡൊക്കെ ഞാൻ കാണിച്ചെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു വ്ളോഗേഴ്സിനും ഇത് കാണിച്ചു തരാൻ പറ്റില്ല. ഐ ബെറ്റ് ഒരു വ്ളോഗേഴ്സിനും നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. ആർക്കും ഇവിടെ കയറി കളിക്കാൻ പറ്റില്ല. മാഷാ അല്ലാ നമുക്ക് കിട്ടിയത് ചില്ലറ ഭാഗ്യമല്ല. സോ ബിഗ് ബ്ലെസ്സിങ്. സോ ഫീൽ സോ ഹാപ്പി. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതാ ടീമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഗൈസ്, വി ആർ പ്ലേയിങ് ഹിയർ ഇൻ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം. സോ അഫിയാണ് അവിടെ ക്രീസിൽ കേട്ടോ. അഫീഫ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണെങ്കിലും നാടൻ കളിയിൽ നിൽക്കണ പോലെ തുഴഞ്ഞ് നിൽക്കുന്നുണ്ട്. അഫീഫ് കണ്ടൻ കളിയിലാണെങ്കിൽ അതൊരു 6 ആയിരുന്നു. മണ്ടനീച്ചോ കുറച്ച് നേരം കളി എടുക്കാം അല്ലേ, രസമല്ലേ ഗൈസ്? അപ്പം എൻ്റെ മൈക്ക് വീണ്ടും കാണുന്ന എനിക്കൊരു ഡൗട്ടില്ലാതില്ല. No. നല്ല സ്ഥലം കളിക്കാൻ. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ ബാറ്റിങ് നമ്മളെത്ര ഉണ്ട്? 160 അല്ലേ? 10 ഓവറിൽ 160 റൺ. അത് എന്തുകൊണ്ട് എടുത്തു വെച്ചാൽ 13 ഓവറിൽ ഈ സാധനം ഇങ്ങനെ വെച്ചുകൊണ്ട് എടുത്തു കേട്ടോ. അപ്പുറത്ത് കാണുന്നുണ്ടെങ്കിൽ 10 ഓവറിൽ 50 റൺ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അഫീഫ് ബാറ്റ് ചെയ്യണത് കാണട്ടോ. എന്ത് പണിയേക്കണ് ഓർക്കാൻ തന്നെ. മോഫിസ് ഖാനെ പേടിക്കണം. സീന്തല്ലാണ് പെരടി. ബോളിംഗ് മൂപ്പരല്ല ബോളർ കേട്ടോ, പറയുന്നത് ഗുഡ് ബോളർ. കൽഫു what a catch. Good catch. മോഫീസിനെ പിടിച്ചിട്ടാ, അല്ല മോഫീസ് ഖാനെ പിടിച്ച്. പക്ഷെ ഇനി ഓലയിൽ പ്ലേയേഴ്സ് ഉണ്ട്. എന്തായാലും കളി അങ്ങനെ വരും എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം. സോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന എവിടെ വെച്ചാൽ സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ തുടങ്ങി എല്ലാവരും, ദിനേശ് കാർത്തിക്, ക്രിസ് ഗെയിൽ, സുനിൽ നരയൻ, എല്ലാ ലോകത്തിലെ ഏതൊക്കെ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ടോ അതിൽ ഏറ്റവും വിലപ്പെട്ട എല്ലാ താരങ്ങളും സച്ചിൻ തെണ്ടുൽക്കർ തുടങ്ങി അതിനെ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് മാച്ചസ് നടന്ന പ്ലേസാണ്. അപ്പോൾ ഇവിടെ കളിച്ചു പോയ ആൾക്കാർക്ക് ഒരു എണ്ണം കണക്കുണ്ട്. റിക്കി പോണ്ടിങ്ങും ABD വില്യംസും, സാക്ഷാൽ ABD എൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ് ABD. അപ്പോൾ ABD അടക്കം നിന്ന കേസിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അത് ഒരു ചെറിയ കാര്യമല്ല. അത് നാട്ടിൽ നിന്ന് ഒരാളിപ്പോൾ എനിക്ക് ABD നിന്നടുത്ത് പോയി നിൽക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. പക്ഷേ അത് നടത്തിയത് നമുക്ക് കൽഫു ഉണ്ടാകും. അപ്പം വി ആർ ഗ്രേറ്റ്ഫുൾ ടു കൽഫു. കാരണം ഇങ്ങനത്തെ ഒരു ചാൻസ് നമുക്ക് തന്നീന്. മുപ്പല്ലെങ്കിൽ ഇവിടെ നമുക്ക് നിൽക്കാൻ തട്ടിയില്ലല്ലോ. എന്റെ കുട്ടി തട്ടിയില്ലല്ലോ. ഓക്കെ നോട്ടെ, ആ ഷോട്ട് നിർത്താ. നമുക്കൊരു ബോൾ ബാറ്റ് ചെയ്ത് നോക്കട്ടോ. കുറച്ചാണ് തന്നെ. എന്നാ ഒരു ബോളും കൂടി. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് ഈ മൈക്ക്. പണ്ടാറ മൈക്ക്, ഒരു മൈക്കൊക്കെ ഒരു മാസം നിൽക്കണുള്ളൂ, ഒലക്കമ്മല മൈക്ക്. ജിമ്മി സോറി മുത്തേ. ജിമ്മി ഒറ്റ ഫ്രെയിമിൽ ജോണ്ടി റോഡ്സ് ആയിട്ടോ. ഞാനൊരു ബോൾ.
എടാ പറയണ പോലല്ല, പന്ത് അവിടുന്ന് വരുന്ന പോലെയല്ല പിച്ചുത്തിയാ മാറണേ, പന്ത് മാറുന്നുണ്ട്, കർവല്ല പേസ് മാറുന്നുണ്ട്. ആരെടുക്ക എന്നാ കഴിഞ്ഞില്ലേ ടൂർണമെന്റ് ഓവർ. ആ ഷോട്ട് കിട്ടിയോ? പിന്നെ മാത്രം അടിക്കുന്ന സ്റ്റേഡിയത്തിന് പുറത്തോട്ടുള്ള ഷോട്ട് ഇത് ഹനാൻഷ എടുത്തിരിക്കുന്നു. ഒരിക്കലും അടിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ദിവസം കളിക്ക് കയറി പോയി. എന്താ പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത് അത് പറഞ്ഞ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കൊടുക്കുക, കാരണം സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാവില്ല എന്റെ കോമഡി. ഒന്ന് പറഞ്ഞു കൊടുത്താ അത് കുഴപ്പമില്ലാണ്. വാ ഇന്ന കുട്ടിയാ എന്തൊക്കെ പറഞ്ഞാലും ജിന്റെ മാനേജർ പോലെ. ഓക്കെ ആയി. അപ്പം അഥവാ നമ്മളിപ്പോൾ 50 ഒക്കെ അടിച്ച് കയറാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കയറാം. താങ്ക് യു. അങ്ങനെയാവും നമ്മളൊരു 50 സെഞ്ചുറിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പോവുക. ഇന്ന് നിയാലിൻ്റെ ഉപ്പ 3 വിക്കറ്റ്, മാൻ ഓഫ് ദ മാച്ച്. എല്ലാവരും നിയാലിൻ്റെ ഇപ്പോൾ ബോളിങ്ങിന് വന്നപ്പോൾ എല്ലാവരും 2 ബോൾ അടിച്ച് പറത്താന്ന് കരുതി ഇങ്ങനെ ആ ഉഷാറിലൊക്കെ നിൽക്കേണ്ടോ. ബോസ് ഒന്നും ഓവറിൽ 3 വിക്കറ്റ് എടുത്താണ്ട് മെയിൻ ബോളേഴ്സിനൊക്കെ ഔട്ടാക്കി പോയി. കൺഗ്രാറ്റ്സ്. സോ അഫീഫ് ഇന്നത്തെ റൺ എടുത്തു? ഇന്നൊരു 10, 26 കുറച്ച 4, 2, 2. ഒരു 4, 5. എങ്ങനെയുണ്ട് സ്റ്റേഡിയം എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് കിഡിലന് സൂപ്പർ. അടുത്ത പ്രാവശ്യം ഒന്ന് ഷോൾഡറൊക്കെ ഒന്ന് ശരിയാക്കി കയ്യ ഊച്ചം കൂട്ടി മൂർച്ച കൂട്ടി തുരിപ്പനായി ഞാൻ വരും. 6 ഇങ്ങനെ ഇവിടുത്തെ ഒറിജിനൽ പ്ലെയർ എന്താ? ഷാഫി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ്. ഷാഫിക്ക് എന്താ കാട്ടണം അറിയോ? കറക്റ്റ് ബോളിന്റെ വരവ് നോക്കി ബാറ്റ് സ്വിങ് ചെയ്യാം. നമ്മള് വെയിറ്റ് ചെയ്ത് അടിക്കാണ്, ഇവര് വെയിറ്റ് ചെയ്യണില്ല. ആ കളിച്ചാണ് ഇവിടെ പഠിച്ചാണ്ടേ ഫുള്ള്. എന്നിട്ട് ഇതിൽ പാവം കുട്ടികളൊക്കെ ഇതിലൊക്കെ അടിച്ച് വർത്തിക്കണേ. സച്ചിൻ തെണ്ടുൽക്കർ സ്റ്റാൻഡ് കൂടി ബുക്കാത്തിർ സ്റ്റാൻഡ് കൂടി ഒക്കെ അടി പോയിക്കണ്. ഷാഫില്ലേ എന്നോട് പറയേ, ഞാനേ അടുത്ത് ഞാൻ സിംഗിൾ ഇട്ടോ പറഞ്ഞു. അതോ കൊറേ അടിച്ചാൽ ഫുൾ അടിച്ചു പോറേ. ഷാഫി നെക്സ്റ്റ് പ്ലെയർ. അപ്പം എന്തായാലും നമ്മൾ മാംഗോ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കാൻ പോവാണ്. സോ ജിംഷ ഇവിടെ വരും. ജിംഷ ബാ 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 ബാ. Welcome to the post-match presentation of Tata IPL 2025. We have our player of the match here, Mr. Virat Kohli. Come. Mr. Virat Kohli, what do you want to tell to the people? How was the match? How was the experience? Huh? Whether? Come, please. I'm not social media. Please leave me alone. Okay? leave me alone. Jimsha, come on. Final match you perform. What happening? It's good. It's good. If you play in the Sharjah Cricket Stadium, many legends played here before. How you feel like playing here? Is good or bad? It's good. Good. So this is not like any other turf in Dubai. This is a very special place where we have big LED lights and so much walls, dugouts, everything. How you feel performing here? It's good. 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 Very good. Now leave the pitch. Afif, come. Postman presentation. We have player of the series, Mr. Emerging Player of the Award from Kutambala, Afif. Only emerging, no runs. So emergency player of the year award goes to Afif. First തന്നെ കൈയോട് ഞാൻ എമർജൻസി എക്സിറ്റ് കൂടെയാണ് എടുത്തുകൊണ്ടായത്. എന്ത് തോന്നുന്നു ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ? കിഡിൽ എക്സ്പീരിയൻസ്. സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും എ ബി ഡിവിലിയേഴ്സും ബാറ്റ് ചെയ്ത ക്രീസിൽ നിന്ന് ഒറ്റ റൺ പോലും എടുക്കാതെ പുറത്തായപ്പോൾ
ഒറ്റ എടുക്കുന്നല്ലോ കേട്ടോ ഞാൻ 2 6 ഒക്കെ എടുക്കണം നോക്കി നോക്കി ബൗണ്ടറി അതിന്റെ അപ്പുറത്ത് പോയില്ല. അപ്പൊ എന്തായാലും ഞങ്ങള് ജീവിക്കുന്ന സ്വപ്ന ജീവിതത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് കേട്ടോ. കാരണം ഇങ്ങനത്തെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷന്റെ ബാനർ സംഭവങ്ങൾ സ്പോൺസേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി എങ്ങോട്ടാ പോകണമെന്നുള്ളത് നോക്കാം. ജിമ്മി വി എൻജോയ് ടുഡേ റൈറ്റ്. ഇപ്രാവശ്യത്തെ ദുബായ് ട്രിപ്പ് നമ്മളത്ര ദുബായ് എൻജോയ് ചെയ്ത് ആരും ഉണ്ടാവില്ല. മാഷാ അല്ലാഹ് ഓൺലി ബിക്കോസ് ഓഫ് കലഫ്. ഗുഡ് നൈസ്. ഈച്ചു All thanks to KP. we have the muscle man Roman Powell with us. The West Indies powerhouse Ihsan with us. The misfielder of the day. Misfielder of the day award goes to Mr. Ihsan from Kutambala. Like just given, I think 32 runs by just running towards and in between the ball goes under your pants. How was the experience? Good. Good. You are performing here for the. Good. You are performing here in the big stadium for the second time. How you feel? Yeah, we feel like home. We feel like home. Yeah. You feel like home? Yeah. Then where is your room? That way. Okay, where is the kitchen? Kitchen that side. That's it. Okay, so this is itself a home. Yeah. So you played where Abidulus played. You play where Andre Russell plays. You played where Ricky Ponting played. You played where Sachin Tendulkar played. How you feel? Alhamdulillah. Forever grateful for this. Grateful for for the this. God and thanks to Khalfu. Khalfu also. So inshallah we'll see you back on the stages. Now back to Harsha Bogle. Emerging player. Emergency പോയി കണിയുള്ളൂ. ഓഫാക്കണം വ്ളോഗ്. പൂപ്പങ്കായ മുക്കാൻ കാസർഗോഡ് കരിപ്പൂർ FC. സോ അടുത്തതായി മികച്ച ബുർജ് ഖലീഫ അവാർഡ് നേടാൻ വേണ്ടിയിട്ട് മോഫീസ് അവർകളെ ക്ഷണിക്കുകയാണ്. നേരക്കി കാണട്ട ആൾക്കാർ. ഫോട്ടോ എടുക്കാം. വേറെ പോലെ നീ ഫോട്ടോ എടുത്തോ. ജിംഷ എവിടെ പോയാലും മാനം കണ്ടൂല. പക്ഷെ മോഫീസ് ഖാന്റെ പോയില്ലേലും പോയാൽ ആകെ അടി പോവും. കാരണം ഇങ്ങനെ മോഫീസ് ഖാ ചായ പിടിച്ചാ മോഫീസ് ഖാ ചോറുതാനായോ ഓട്ടത്തിലേക്ക് നോക്ക്. ശരിക്കും 2 ലൈറ്റ് ഇട്ടാൽ മതി നമുക്ക്. ആ 2 ലൈറ്റ് ഇട്ടാൽ മതി. നമ്മളെ കുതിരയോടെ എല്ലാം കാലമായിട്ട് മതി. സത്യം കുറച്ച് കറണ്ട് ബില്ലും പോന്നിട്ട് ഇനി മാൻ ഓഫ് ദ സീരീസ് എടുക്കാം. എടുക്കണ്ട നിമിഷ പോ നിമിഷ പോ. ഫോട്ടോ കേട്ടോ. സോ ഗൈസ് അങ്ങനെ നമ്മൾ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ മാച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തി. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഇന്ന് 6 മണിയോടെ അഫീഫ് നാട്ടിലേക്ക് പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ദുബായ്? ബാക്കി നാട്ടിലെത്തിയിട്ട് പറഞ്ഞോണ്ടി. എന്നാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ പറഞ്ഞോണ്ടി. അങ്ങനെ ദുബായ് അടിപൊളി. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഈ ഒരാഴ്ച മാക്സിമം എൻജോയ്മെന്റ്. നമ്മൾ ഫസ്റ്റ് ഓഫ് മെനു ഫെയിം പാർക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ അവിടെ ഫെയിമിൽ അവിടെ വന്ന ആൾക്കാരെ കാണണം. അവർക്ക് അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ അവിടെ പോയത്. അതെ, ആ പോയ സ്ഥലത്തേക്ക് നമ്മൾ പോയി ആലോചിച്ചു. അപ്പോൾ പ്രതീക്ഷിച്ചിട്ട് പോലില്ല അങ്ങോട്ട് പോകുന്നു. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ചെയ്ത് റോളർ കോസ്റ്റർ എന്തൊക്കെ ചെയ്ത് എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. പെട്ടി പെട്ടി പോയിഞ്ഞോ? എന്റെ പെട്ടി പോയിഞ്ഞോ? വാച്ച് എന്താ കളറ്? വാച്ച് സിൽവർ. ഹാവ് യു സീൻ ഗൈസ്? അവിടെ കണ്ട സിൽവർ ആണോ സോഫയില്? അതിന്റെ ബ്ലൂ കളറുടെ അതിന്റെ ഉള്ളിൽ വരുന്നേ അല്ലേ? ബ്ലൂ കളുടെ അതിന്റെ ഉള്ളിൽ വരുന്ന അതാ ആയിരുന്നപ്പോ ഷാനുണ്ട്. അപ്പൊ എന്തായാലും ഉത്തമൻ എന്നുണ്ടപ്പോ എനിക്ക് പേര്. തടിച്ചില്ലേ? ഞാൻ മാത്രം അതേപോലെ ഞാൻ തടിച്ചിട്ടില്ല. നിങ്ങളാണ് അടിച്ചേ. ഞാൻ ദുബായിൽ വന്നിട്ട് ഷുഗർ ഇട്ടിട്ടില്ല. പിന്നെ കുനാഫ ചോക്ലേറ്റും ഡെസേർട്ടൊക്കെ വാരി അടിച്ചിരിക്കണം. ഞാൻ
ഷുഗർ, ഫ്രൈഡ് ഐറ്റംസ്, പിസ്സ, ബ്രോസ്റ്റ്, ഈ സാധനങ്ങൾ ഫുള്ള് തിന്നപ്പോഴാണ്. ഞാൻ ബ്രോസ്റ്റ് തിന്നാണ്ടോ? ഒറ്റ നഗറ്റ്സ് ടേസ്റ്റ് നോക്കിയതോ? ഇവല് ഒരു പെട്ടി നഗറ്റ്സും ഒരു പെട്ടി ഫ്രൈഡ് ചിക്കനും തിന്നിക്കണ്. പിന്നെ നിങ്ങൾ എന്താ തന്നെ പിന്നെ ദുബായ് വരുമ്പോ അൽബേക്ക് ട്രൈ ചെയ്യണ്ട. പിന്നെ ഫസ്റ്റ് ടൈം ആണേ. ഇന്ന് നിങ്ങൾ എന്താ തന്നെ? തന്നെ പിസ്സ. പാപ്പാ ജോൺസ് നാട്ടിൽ കിട്ടൂല, അതുകൊണ്ട് അത് തിന്നു. ഓക്കെ, എന്തേലും ചെയ്യും. അപ്പൊ ഗൈസ് ആ തിന്നോളി, ഞാൻ തിന്നിട്ടില്ല എന്ന് പറഞ്ഞേ. ഇല്ലടാ, ഞാൻ ഗ്രിൽഡ് മാത്രം കഴിച്ചിട്ടുള്ളൂ ഇനി. അപ്പൊ ഞാനാണെങ്കിൽ ഇതിലൊന്നും കൂടിയിട്ടില്ല. ഞാൻ 0 ആയിട്ടുള്ള ഷുഗർ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമായിരുന്നു കഴിച്ചിരുന്നതും കുടിച്ചിരുന്നതും. അപ്പൊ എന്തായാലും ഗൈസ് കൂടുതലും എന്താണ്ട് മൈനസ് ആക്കണില്ല ഗ്രാഫ്. അപ്പൊ ഗൈസ് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വ്ളോഗ് ആരതിലാ വരിക? ഈച്ചുൻ്റെ അഫിൻ്റെലോ നാട്ടിൽ പോയിട്ട് പെട്ടിപ്പൊട്ടിക്കൽ ഉണ്ടാവില്ലേ? അവിടെ നിയാലിന്റെ എപ്പം പോണ വെയിറ്റ് ചെയ്യാൻ കാത്ത് അല്ല പോണത് വെയിറ്റ് ചെയ്ത് നിയാലും ഉപരി പോണത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. മാമനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പെറ്റ് സ്റ്റേഷന് പോയി, പെറ്റ് സ്റ്റോപ്പ് പോയി, ഫുഡ് കഴിച്ച്, അതുപോലെ തന്നെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോയി നമ്മൾ പെട്ടിയും പൊതിഞ്ഞു. ടുഡേ വാസ് എ ഹെക്ടിക് ഡേ, ഭയങ്കര ടൈറ്റ് ഡേ ആയിരുന്നു. എന്തായാലും വ്ളോഗ് ഇഷ്ടമാക്കണം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിൻ്റെ പിന്നിലോ മുന്നിലോ വരുന്നത് ഫെയിം പാർക്കിലെ വ്ളോഗായിരിക്കും. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിന് വെയിറ്റ് ചെയ്യുക. ഇനി നാട്ടിൽ ഓരോ ചാനലിൽ എത്തിയിട്ട് വ്ളോഗ്സ് വരാണ്. ഈച്ചുൻ്റെ അഫിൻ്റെയും ചാനലിൽ ഒരു പെട്ടി പൊട്ടിക്കണം, അതൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഒരു പാക്ക് ചെയ്ത സാധനങ്ങളൊന്നും. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ ബൈ.